ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ടോപ്പ് 12 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ ടോപ്പ് 12 പുതിയ എപ്പിസോഡ് വന്നിട്ടുള്ളത്. അതായത് 12 മത്സരാർത്ഥികൾ. സോ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ കണ്ടസ്റ്റൻസിന് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. 2 ഇമോജികൾ അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ഛർദിൽ ഇമോജി, മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയാം. 2 കിസ് കൊടുക്കുന്ന ഇമോജി. അത് പിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇമോജീസ് ആണ്. സോ ഓരോരുത്തരെ ആയിട്ട് അവതാരകയായിട്ടുള്ള റെനീഷ വിളിക്കും. അവര് വന്നിട്ട് അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാള്, ഇഷ്ടമുള്ള ഒരാള് അവരെ വിളിക്കണം. അതിന്റെ റീസൺ പറയണം, ഇമോജി കുത്തി കൊടുക്കണം. അതാണ് ടാസ്ക്. ആദ്യം പൂജയാണ് വിളിച്ചത്. നമ്മൾ ഈ വീഡിയോയിലെ പൂജയുടെ ഒപ്പീനിയൻ മാത്രമാണ് നോക്കുന്നത്. സോ പൂജ വന്നു. പൂജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിട്ട് വിളിച്ചത് നമ്മുടെ ശ്യാമിനെയാണ്. ഇഷ്ടമുള്ള ആളായിട്ട് വിളിച്ചത് നമ്മുടെ ഷിബിനെയാണ്. ആദ്യം ഷിബിന എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ളത് പറയാം. പൂജ പറയുന്നത് ഒരു ബി മെറ്റീരിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ടാസ്കുകളിലെല്ലാം വളരെ തന്ത്രപരമായിട്ട് കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഷിബിനെ എല്ലായ്പ്പോഴും വിസിബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ബി മെറ്റീരിയൽ ആണ് എന്നാണ് പൂജ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് പൂജയ്ക്ക് ഇഷ്ടമുള്ള ആള് ഷിബിനെയാണ്. ഇഷ്ടമില്ലാത്തത് ശ്യാമിനെ എന്തുകൊണ്ട് ഇഷ്ടമല്ല എന്ന് ചോദിച്ചാൽ, പൂജ പറയുന്നത് ആദ്യം താൻ ഏറ്റവും അധികം സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ഒരാളായിരുന്നു ശ്യാം. പക്ഷെ ആദ്യം തന്നെ ആ വിശ്വാസത്തെ അദ്ദേഹം തകർത്തു. അതായത് ആ ഒരു പൂട്ട് തുറക്കുന്ന ഫസ്റ്റത്തെ ടാസ്കിന്റെ കാര്യമാണ് പറയുന്നത്. അന്ന് ശ്യാമാണ് ആ താക്കോൽ എടുത്ത് വെച്ചിട്ട് കൊടുക്കാതിരുന്നത്. അതാണ് ഒരു റീസൺ ആയിട്ട് പൂജ പറയുന്നത്. രണ്ടാമതായിട്ട് ശ്യാം എങ്ങനെ ടോപ്പ് 12 എത്തിയെന്ന് പോലും തനിക്കറിയില്ല. ലക്ക് കൊണ്ട് മാത്രമാണ്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ശ്യാമിനെ എവിടെയും താൻ വിസിബിളായി കണ്ടിട്ടില്ല എന്നും പൂജ പറയുന്നുണ്ട്. ശ്യാമിന്റേതായ രീതിയിൽ യാതൊന്നും തന്നെ ശ്യാം ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ കാണിക്കുകയോ ചെയ്തിട്ടില്ല ഷോയ്ക്കകത്തൊന്നും പൂജ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്യാം നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ബി മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേസമയം പൂജ പറഞ്ഞതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട്. ശ്യാമിനേക്കാൾ നല്ല മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നിന്ന് അഥവാ അഗ്നിപരീക്ഷയിൽ നിന്ന് ഇതിനോടകം പുറത്തു പോയിട്ടുണ്ട്. ടോപ്പ് 12 ഈ ശ്യാം എത്തിയതിൽ കുറച്ച് ലക്ക് ഉണ്ടായി എന്നതിനോട് ഞാൻ വ്യക്തിപരമായി എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ യോജിക്കുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ.